കപ്പ് കഴുകാതെ ആദ്യം പൊട്ടിക്ക്. ആദ്യം കപ്പ് കഴുകും. ആദ്യം പൊട്ടിക്ക്. കപ്പ് കഴുകാതെ ഞാൻ പൊട്ടിച്ചോളാം. അല്ല, ഞാൻ കപ്പ് എടുത്തോളാം. ആക്ച്വലി ആ താഴെ കാണുന്നില്ലേ, അത് കുറച്ചുകൂടെ ഞാൻ എഴുതിപ്പിച്ചായിരുന്നു അവരെ കൊണ്ട്. അത് അലിഞ്ഞു പോയതാ. ഐ മീൻ നോ നോ അല്ല, യെസ്. താങ്ക് യു സോ മച്ച് മൈ ഹസ്ബി. ഹസ്ബി പോയോ? ഹായ് എവ്രി വൺ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ ഈ വീഡിയോ ശരിക്കും ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നത് തന്നെ. വേറെ ഒന്നും ഉണ്ടല്ല, നമുക്ക് സമയം കിട്ടുന്നില്ല. വർക്ക് ലൈഫ്, പേഴ്സണൽ ലൈഫ്, ഐ മീൻ ഫാമിലി ലൈഫ്, ഇതൊക്കെ ബാലൻസ് ചെയ്യുന്നത് തന്നെ ഒരു കാര്യം. അതിൻ്റെ ഇടയ്ക്കോട്ട് ഇതും കൂടെ വരുമ്പോഴത്തേനും ഒബ്വിയസ്ലി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാണ്ടായി വരും. അപ്പം അങ്ങനത്തെ ഒരു ഡിലേ ആണ് ഈ പ്രാവശ്യം വന്നത്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാം ഇതെന്താണ് എന്ന്. ഇത് ജിതിൻ്റെ ബർത്ത്ഡേ വ്ലോഗാണ്. അത് അന്നേ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചതാ, എഡിറ്റ് ചെയ്യാനുള്ള സമയം മാത്രം കിട്ടാണ്ടായിപ്പോയി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ജിതിന് വേണ്ടിയിട്ട് ജിതിൻ്റെ ബർത്ത്ഡേ വ്ലോഗ്, ജിതിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനായിട്ട് ഞാൻ ചെയ്ത കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളും പൊട്ടത്തരങ്ങളും ഞങ്ങളുടെ സെലിബ്രേഷനൊക്കെ എങ്ങനെ പോയിന്നും അതൊക്കെ തന്നെ. ഓക്കെ, ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇഫ് യു ആർ വാച്ചിങ് മീ ഫോർ ദ ഫസ്റ്റ് ടൈം, എൻ്റെ പേര് ലിജി. യു ക്യാൻ കോൾ മീ ലിസ്. പ്ലാനിങ് ഒക്കെ എത്തറ്റമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ നിൽക്കുവാണ്. ഒരു ഇതും ഇല്ലാണ്ട് നിൽക്കുവാണ്. കേക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ബട്ട് I wanted to celebrate his birthday somewhere outside. എവിടെയെങ്കിലും പുറത്ത് പോയി സെലിബ്രേറ്റ് ചെയ്യണം എന്നായിരുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചപ്പോഴത്തേക്ക് നമുക്കിന്ന് അവിടെ പോകണം എന്നെങ്ങാണ്ട് പറഞ്ഞ് വിളിച്ചായിരുന്നു. ഇല്ല, എനിക്ക് പറ്റത്തില്ല, ഞാൻ ലേറ്റ് ആകും എന്ന രീതിയിൽ പറഞ്ഞ് ജാട കളിച്ചു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ആൾക്ക് കത്തി. ഓബ്വിയസ്ലി അത് കത്തും. അത് ഭയങ്കര എന്താ പറയുന്നത്, അതിന് അതിലുണ്ട്, ആ കോളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കേക്ക് ഓർഡർ ചെയ്തെടുത്തു എന്നാണ് വിളിച്ചത്. ഇവർക്ക് പല ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ എനിക്ക് സ്ഥലം മാറിപ്പോയി. ഞാൻ വേറൊരു സ്ഥലത്ത് ഉള്ള ഒരു ബ്രാഞ്ച് അവരെയാണ് കോണ്ടാക്ട് ചെയ്ത് ഓർഡർ കൊടുത്ത് എല്ലാം ചെയ്തത്. എൻ്റെ തെറ്റുമുണ്ട്, എൻ്റെ തെറ്റാണ്. ഡെലിവറി എനിക്കറിയില്ല ദൈവം എന്ത് നടക്കാൻ പോകുന്നേ. ഓക്കെ, സോ അങ്ങനെ പുള്ളിക്കാരന് ഡൗട്ട് വന്നു. അപ്പോൾ ഡൗട്ട് വന്നപ്പോഴത്തേനും അത് പിന്നെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് തോന്നി. അപ്പം മിക്കവാറും വീട്ടിൽ തന്നെ ആയിരിക്കും. ലോസ്റ്റ് ഇൻ തോട്ട്സ്. ദിസ് ഈസ് മൈ റീസെൻറ്റ് അഡിക്ഷൻ, ഡോണട്ട് ക്രീം, full of cream inside. It's very tasty here. It's very tasty. എന്താ നടക്കുന്നതെന്ന് നമുക്ക് കണ്ടും കേട്ടുമൊക്കെ അറിയാം. ഫോർ ദ ടൈം ബീങ് ഐ എം ഹാവിങ് ദിസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ I'll update. Yeah. Okay, bye. എന്തോ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മനുഷ്യൻ ഇത്ര ക്രൂരനായിപ്പോയി എന്ന് ഞാൻ കുറച്ച് മുമ്പ് വീണ്ടും അറിഞ്ഞു. എൻ്റെ ഫോണിൽ ഒരു കോള് വന്നു. അല്ലെങ്കിൽ ഒരിക്കലും ആ ഒരു കോള് വന്നു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാത്ത ആള് ഇന്ന് പറ്റിപ്പിടിച്ചിരിക്കുമായിരുന്നു ഫോൺ എടുക്കാനായിട്ട്. ഞാൻ ഫോൺ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇങ്ങോട്ട് തന്ന് പറഞ്ഞ് പറ്റിപ്പിടിച്ചിരിക്കുക. ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ എൻ്റെ വഴിക്ക് തന്നെ വിടുവോ? ഇല്ല. പുള്ളിക്കാരന് സംസാരിക്കണോ, എടുക്കണോ, ഫോണിൽ എന്താ പറയുന്നത് കേൾക്കണോ, എന്നിട്ട് കളച്ചിരിയും. അറിയാമെങ്കിൽ അറിയാം, ഓക്കെ. പക്ഷേ എൻ്റെ സർപ്രൈസ് അത് സർപ്രൈസ് അല്ലേ? അറിയാമെങ്കിൽ അറിയാം. എനിക്കറിയില്ല. ആ കുറിയില്ല. പാത്രം കഴുകുക, 2 കപ്പ് കഴുകുക, എന്നിട്ട് ഒരു കപ്പിനകത്തോട്ട് പാല് നിറച്ചൊഴിയില്ല, ഇച്ചിരി താഴെ എന്ന് പറഞ്ഞാൽ 1/4 ഭാഗം
ഒരു ഗ്ലാസ്സിൽ 3/4 കപ്പ് പാലെടുത്തിട്ട് ഇതാ കപ്പിന്റെ എൻ്റെ നെഞ്ചില് ഇവിടെ ഇത്രയും വരെ ഒഴിക്കുക. പ്ലാൻ 8 നിലയിൽ പൊട്ടി എന്ന് ഞാൻ പറയണ്ട, എനിക്കറിയത്തില്ല. പോയി, എല്ലാം പോയി, എൻ്റെ മൂഡേ പോയി. ഒരു സർപ്രൈസ് പ്രോബ്ലി പ്ലാൻ ചെയ്യാൻ അറിയില്ല എനിക്ക്. ഏറ്റവും എത്രയാ കപ്പ് കഴുകാതെ ആദ്യം പൊട്ടിക്ക്. ആദ്യം കപ്പ് കഴുകും. ആദ്യം പൊട്ടിക്ക്. കപ്പ് കഴുകാതെ ഞാൻ പൊട്ടിച്ചോളാം. അല്ല, ഞാൻ കപ്പ് എടുത്തോളാം. കഴുകും. രണ്ടും കഴുകും. അരിപ്പൻ കഴുകും. പ്ലാൻ ചെയ്തതെല്ലാം കട്ടപ്പുകയായി. ജിതിൻ മോനെല്ലാം കണ്ടുപിടിച്ചു. പുള്ളിക്കാരൻ്റെ ഭയങ്കര ബുദ്ധി, അതീവ ബുദ്ധി ആയതുകൊണ്ട് നമുക്കൊന്നും നടന്നില്ല. എനിക്കാണെങ്കിൽ കുറച്ച് ബുദ്ധി കുറവാണ്, അതുകൊണ്ട് ഒരു പ്ലാനായിട്ട് നടന്നില്ല. പക്ഷേ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഞാനൊരു എഴുതുവാണ്. ഇതിനകത്ത് എഴുതുന്നത് എൻ്റെ മനസ്സിൽ നിന്നാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ വേറെ എന്ത് പുറത്തുനിന്ന് നമ്മൾ എന്ത് സാധനം മേടിച്ച് കൊടുത്താൽ പോലും ഇതിൻ്റെ അത്രയും വരത്തില്ല. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഇന്നത്തെ, ഈ ദിവസത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഗിഫ്റ്റ് എന്ന് വേണം പറയാനായിട്ട്. ഇത് പുള്ളിക്കാരൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യത്തില്ല. അത് എനിക്ക് 100, 110, 1000% ഉറപ്പ്. At least something is ready that he is not expecting at all. I am in awe. How beautifully some people execute their plans. I'm in awe. No, Allah, yes. Thank you so much, my husband. Husband poyo. ഇങ്ങോട്ട് വന്ന് കഴിക്ക, കുടിക്ക. വെള്ളം തിളച്ചോ? ഓഫ് ചെയ്തിട്ട് വാ. ഉല്ലാസപ്പൂത്തിരി. We have our cake all set. Actually, ആ താഴെ കാണുന്നില്ലേ, അത് കുറച്ചുകൂടെ ഞാൻ എഴുതിപ്പിച്ചായിരുന്നു അവരെ കൊണ്ട്. അത് അലിഞ്ഞു പോയതാ. God, but yeah, it's fine. Looks beautiful, right? ഈ ഒരു ക്യാൻഡിൽ, ഈ കളർ ഉണ്ടായിരുന്നു ഓപ്ഷൻ, ബട്ട് ദെൻ എനിക്ക് ആ കളർ രണ്ടും എല്ലാം മഞ്ഞ, ഇതൊരു ഫ്ലൂറസൻ്റ് ആയിപ്പോയി. സോ ഐ തോട്ട് ടു യൂസ് ദാറ്റ്. ബൈ ദ വേ, ഇത് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ, ഇത് ആക്ച്വലി ഹാപ്പി ബർത്ത്ഡേ മൈ ബേ, മൈ ഡാർലിംഗ് തോ. സോ തോ ഈസ് his name. Thomas is his name, and ഞാൻ തോ എന്നാണ് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഫോണിൽ അങ്ങനെയാണ് സേവ് ആയേക്കുന്നതും. സോ തോ ഇസ് എ സ്പെഷ്യൽ നെയിം, ആൻഡ് ഐ ആക്ച്വലി ആസ്ക്ഡ് them to write തോ ഹിയർ.
പുള്ളിക്കാരന് ഇഷ്ടമല്ല. എനിവേ ഇറ്റ്സ് ടൈം ആക്ച്വലി ഗൈസ്, സോ ലെറ്റ്സ് ഗോ. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹലോ ഹലോ, ഹാപ്പി ബർത്ത്ഡേ. കട്ടിയാ? To you, happy birthday, happy birthday, happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you, dear. So, happy birthday to you. Yay. It's my darling's birthday today. എന്ത് കേൾക്കാൻ? നോക്ക്, ഇഷ്ടപ്പെട്ടോ? മാംഗോ. This is the first time we are trying mango cake. And how is it? നല്ലതാ. Even I like it. What's that, motta? Baby is not well today. തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുക. സോ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എനിവേ, എൻ്റെ ജന്മദിനത്തിന് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന കേരള ഫയർഫോഴ്സിനും എല്ലാ നാട്ടുകാർക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തും. നന്ദി. നമസ്കാരം. ഞങ്ങൾ ഉള്ളിലോട്ട് പോവുകയാണ്. കുഞ്ഞു ഷോപ്പിങ്ങും കാര്യങ്ങളും. we're actually at ലുലുവിൽ ഇവിടെ ഇരിക്കുവാണ്. ഇപ്പോൾ ഇരിക്കും. ഇനി മേളിലോട്ടൊന്ന് പോകും. മേളിൽ ജിതിന് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ നോക്കാം എന്താകും എന്ന്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇവിടം വരെ വന്നിട്ട് പറയുന്നത് ജിതിനൊന്നും വേണ്ട, ജിതിന് വീട്ടിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും മതി, ജിതിന് ഉടുപ്പുകളൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. നിങ്ങൾ പറയും ഞാൻ എന്ത് ചെയ്യണമെന്ന്. നിനക്ക് ഇഷ്ടമുള്ളത് മേടിക്കുക, നീ എടുത്തോ എന്നല്ലേ ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ ആള് വേണ്ട ഫൈനലി എന്തൊക്കെയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് ആള് എന്തൊക്കെയോ പോയി സെലക്ട് ചെയ്തു. ഇനി അത് ഇട്ടിട്ട് പുറത്ത് വരുമ്പം എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. സോ ഐ ആം ബേസിക്കലി വെയിറ്റിംഗ് ഫോർ മൈ ഹസ്ബൻഡ്. ഇതാണുങ്ങളുടെ റൂമാണ്. എൻ്റെ കാല് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ആ ഒരു പ്രശ്നം വന്നേ പിന്നെ ഇപ്പം കാലിന് പ്രശ്നമൊന്നും ഇല്ല. പക്ഷെ ഞാൻ ആ ഹീൽസ് ഇടുന്നത് കുറച്ച് നാളത്തേന് വേണ്ടി ഉപേക്ഷിച്ചു. ഇനി കുറച്ച് നാളത്തേന് ഞാൻ ഹീൽസ് ഇടില്ല ഗൈസ്. ഇനി ഇങ്ങനത്തെ ഫ്ലാറ്റ്സേ ഉള്ളൂ കുറച്ച് നാളത്തേന്. എല്ലാവരും ഹാപ്പി ആയില്ലേ? എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും ഹാപ്പി ആയിരിക്കും ഞാൻ ഹീൽസ് ഇടാത്തതിന്. ബിക്കോസ് ഇതെൻ്റെ ആദ്യത്തെ വീഴ്ചയല്ല. കഴിയാറായോ? നേരെ നിന്ന് എടേ, ഇത് ഫിറ്റാ സംഭവം. എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. ഇത് സംഭവം ഫിറ്റാ. ഐ ലൈക്ക് ഇറ്റ് ആക്ച്വലി. നീ ഇത് ഇന്നൊന്ന് ചെയ്തിട്ട് കാണിക്കാവോ? ഗോഡ്, മൈ ബോയ് ഈസ് ഹിയർ. Who is this handsome boy? ഇതാര്? പൃഥ്വിരാജിന്റെ ഡൂപ്പോ? ഇതാരിത്? അടിപൊളി. ഇതൊന്ന് ഇന്ന ചെയ്തിട്ട് വരാവോ? രക്ഷയില്ല, എനിക്കിഷ്ടമില്ല.
ഒരു രക്ഷയില്ല. ഓ ആള് പൊങ്ങി സൂപ്പർ. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു ഗൈസ്, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു. ഒരാളോട് ഞാൻ പറഞ്ഞു മോനെ നീ ഇന്ന ഇത് എഴുതി കഴിഞ്ഞാൽ വേറൊരു ലുക്കാണ്. ഇപ്പം ഇന്ന ചെയ്യുന്നതാണ് ഒരു ലുക്ക്. അത് പുള്ളിക്കാരൻ അങ്ങ് ഇഷ്ടപ്പെട്ടു. വേണ്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്ന് പൊക്കിയും കൂടെ പറഞ്ഞു ഒരു പൃഥ്വിരാജ് ലുക്കൊക്കെ കേട്ടോ. അപ്പോൾ സൂപ്പർ. ഇങ്ങനെ ഇട്ടോ ഒരു സീനും ഇല്ല, നല്ല രസമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ്? ബാ ബാ ബാ. നമ്മൾ ജിതിന് വേണ്ടിയിട്ട് ഉടുക്കാനുള്ളതെല്ലാം മേടിച്ചു. ഇനിയിപ്പം നമുക്ക് അല്ലാത്ത എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇത് ആരാ ഇത് കണ്ടോ? ഞാനൊന്ന് ജസ്റ്റ് എന്താ പറയുന്നത് ഇൻ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരൻ ഇപ്പം ഇന്നാണ് ഫുള്ള്. നിങ്ങൾ പറഞ്ഞ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ജിതിന് ഫോർമൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. ആ കയറണം. അപ്പോൾ ഇനിയും ചെറിയ എന്തെങ്കിലും അല്ലറ ചില്ലറ കാര്യങ്ങളും വെച്ച്. ഓ ജിംനി, എൻ്റെ പൊന്നോ, ജിംനി കിട്ടാനുള്ള എന്തെങ്കിലും വകയുണ്ടോ? എനിക്കത് വേണമായിരുന്നു. തരൂ. അതിനെന്താ ഇത്രയോ ബീഡിയുടെ നമ്മൾ മുടക്കണം? ഏത് ഐറ്റമാണെന്ന് എനിക്കറിയത്തില്ല. യൂണിലിവറിൻ്റെ സാധനം മേടിക്കണം എന്നാ എനിക്കറിയത്തില്ല കറക്റ്റ്. അങ്ങനെ കണ്ടെന്തോ ആയിരുന്നു. അപ്പം ഞങ്ങൾ അല്ലറ ചില്ലറ കാര്യങ്ങളും നമ്മളുടെ വെജിറ്റബിൾസും അങ്ങനത്തെ ഒക്കെ മേടിക്കാനായിട്ട് കയറുവാണ്. ഞങ്ങൾ കൊച്ചുള്ളി പിക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾക്ക് കൊച്ചുള്ളിയാണ് വേണ്ടത്, ബാക്കി എല്ലാം ഉണ്ട് വീട്ടിൽ. കൊച്ചുള്ളിയാണ് വേണ്ടത്. ഞാനും ഹെൽപ്പ് ചെയ്യട്ടെ. ഇതെങ്ങനെയുണ്ട്? ഇതിടട്ടെ? ഓക്കെ. ഞങ്ങൾ കൊച്ചുള്ളി വറക്കട്ടെ. ബൈ. നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവിടെ ഞങ്ങൾ ലാസ്റ്റ് ടൈമും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്താ ഇത്? നമ്മൾ ഈ സൈഡിൽ വെക്കാം. നമ്മളെവിടെ ഇരിക്കുന്ന അകത്ത് കയറ്റി വെക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. സോ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതിനകത്തും നമ്മൾ സെലക്ട് ചെയ്തത് ഇതാണ്. യെസ്. ജിത് അങ്ങനെ നമ്മുടെ ഫുഡുമായിട്ട് വന്നു, നമ്മുടെ ഫ്രൈഡ് റൈസായിട്ട് വന്നു. കഴിഞ്ഞ പ്രാവശ്യമാണ് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുന്നത്. ഫ്രൈഡ് റൈസ് അങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് വലിയ വികാരമൊന്നും തോന്നാത്ത വ്യക്തിയാണ്. പക്ഷേ എൻ്റെ പൊന്നോ ഇപ്രാവശ്യം ഈ ഫ്രൈഡ് റൈസ് കഴിച്ചപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ചില്ലി ഓയിൽ കിട്ടും. ഇപ്പോൾ ഒഴിക്കുന്ന ചില്ലി ഓയിൽ, ആ സംഭവം ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് പിന്നെ ഒരു മിക്സ് ചെയ്ത് പിന്നെ ഈ ഒരു ഫ്രൈഡ് റൈസ് കഴിക്കുമ്പം കിട്ടുന്ന ഒരു രുചി എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ഫ്രൈഡ് റൈസ് ഞങ്ങൾ രണ്ടുപേരുടെ ഫേവറേറ്റായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാമോ? ഓക്കെ. ഇതാണ് പ്ലേറ്റിൻ്റെ അവസ്ഥ. സംഭവം അടിപൊളി. നിങ്ങളൊരു കാര്യം മിസ് ചെയ്തു. ഒരു സ്പൂൺ നക്കൽ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എല്ലാം കഴിഞ്ഞ് വന്നു. സ്വീറ്റ് കോൺ ഇപ്പം കഴിക്കുന്നു. ശേഷം ഒരു ചാലഞ്ച് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൺ ആക്ടിവിറ്റിയാണ്. ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇടുമ്പോഴാണ്, ഇങ്ങനത്തെ ചാലഞ്ചസും ഇങ്ങനത്തെ ഫൺ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ശരിക്കും സ്ട്രെങ്തൻ ആവുന്നത്. അപ്പം ഇതൊക്കെ ഒരു കോൺഷ്യസ് എഫേർട്ടാണ് നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആകാൻ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെല്ലാവരും ചെയ്യുക.
1 2 3 സ്റ്റാർട്ട്. ഗംഗേ ഞാൻ തോറ്റു. അതെങ്ങനാ? ഇല്ല, ആദ്യമായിട്ടോ? രണ്ടും ഒരു ഇല്ല